വൺ നാഷൻ വൺ ഇലക്ഷൻ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ അവതരിപ്പിക്കാനുള്ള പ്രമേയം കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുകയും വോട്ടെടുപ്പ് നടക്കുകയും ചെയ്തു. 268 പേർ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്തി. പ്രമേയത്തെ എതിർത്ത് 198 പേരും വോട്ട് രേഖപ്പെടുത്തുകയുണ്ടായി. കഴിഞ്ഞ ദിവസം വളരെ രൂക്ഷമായ ചർച്ചയാണ് പാർലമെൻറ്റിൽ നടന്നത്. നമ്മൾ ഇൻസൈറ്റിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. സ്വാഗതം. വൺ നാഷൻ വൺ ഇലക്ഷൻ ബിൽ അവതരിപ്പിക്കാനുള്ള പ്രമേയം ഇന്നലെ വോട്ടിനിടുകയുണ്ടായി. ഇപ്പോൾ ബിൽ ജോയിൻറ്റ് പാർലമെൻറ്റ് കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ്. ഇത് നടപ്പിലാക്കണമെങ്കിൽ ഭരണഘടനാ ഭേദഗതി ആവശ്യമുണ്ട്. വലിയ സങ്കീർണമായ പ്രക്രിയകൾ നടക്കേണ്ടതുണ്ട്. എന്തായിരിക്കും ഈ ഒരു ബില്ലിൻ്റെ ഭാവി? പ്രതിപക്ഷത്തിൻ്റെ വലിയ പ്രതിഷേധവും ശക്തമായ എതിർപ്പും പാർലമെൻറ്റിൽ നടക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇനി ബില്ലിൻ്റെ ഭാവി? ബില്ലിൻ്റെ ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യം ഒരു നിയമം, ഒരു രാജ്യം ഒരു സംസ്കാരം, ഒരു രാജ്യം ഒരു പാരമ്പര്യം, അങ്ങനെ ഈ യൂണിഫോമിറ്റിയെക്കുറിച്ച് RSSനുള്ളൊരു കൺസെപ്റ്റുണ്ട്. അതായത് രാജ്യം എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് എന്നും ഇവിടെ ജീവിക്കുന്നവരൊക്കെ ആ പാരമ്പര്യത്തെ അംഗീകരിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ എന്നും ഒരേ സംസ്കാരമാണ് എന്നും അങ്ങനെയുള്ളൊരു രാജ്യത്തെ എല്ലാം ഒരേ രീതിയിലായിരിക്കണം എന്നൊക്കെയുള്ളൊരു കൺസെപ്റ്റുണ്ട് RSSനെ സംബന്ധിച്ച്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന എല്ലാ തരത്തിലുമുള്ള വൈവിധ്യങ്ങൾക്ക് വിപരീതമായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് RSS മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നമ്മളിതിനെ കാണണം. അപ്പോൾ ഒരു രാജ്യം ഒരു നിയമം, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഒരു രാജ്യം ഒരു സിവിൽ കോഡ്, അങ്ങനെ പല തരത്തിലുള്ള ഒരു രാജ്യം ഒരു യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്കൂളുകളാവാം, കോളേജുകളാവാം, അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾ, ഇവിടെയൊക്കെ ഒരേ രീതിയിലുള്ള വസ്ത്രധാരണം എന്ന് വരെ വേണമെങ്കിൽ നമുക്ക് അതിനെ കാണാം. ഇപ്പോൾ ബീഫ് ബാൻ ഏർപ്പെടുത്തുമ്പോൾ ഒരു രാജ്യം ഒരു ഭക്ഷണം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ കാണാം. അപ്പോൾ ഇതേപോലെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഈ കൺസെപ്റ്റിലേക്കാണ് അവർ കൊണ്ടുവരുന്നത്. ഇത് സത്യത്തിൽ പ്രാക്ടിക്കലി ബി ജെ പിയുടേതായിട്ടുള്ള ഒരു ഇലക്ട്രൽ വിക്ടറി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഷോർട്ട് കട്ട് കൂടിയാണ്. അതുകൊണ്ടാണ് അവർ ഈ പ്ലാനിലേക്ക് വരുന്നത്. സത്യം പറഞ്ഞത് ആദ്യമായിട്ട് BJP മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമല്ല. 1980കളുടെ തുടക്കത്തിൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ രാജ്യം സ്വതന്ത്രമായ ഘട്ടത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. അന്ന് ലോക്സഭയിലേക്കും അസംബ്ലികളിലേക്കും ഒക്കെ ഒറ്റഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് പറഞ്ഞത്. 1952 അങ്ങനെയായിരുന്നു, 57 അങ്ങനെയായിരുന്നു, അതുപോലെ 62 അങ്ങനെയായിരുന്നു, 67 വരെ അങ്ങനെയായിരുന്നു. പക്ഷേ ഇതിനിടയിൽ ചില നിയമസഭകൾ ഇടയ്ക്ക് അവർ കാലാവധി എത്തുന്നതിന് മുമ്പ് പല കാരണങ്ങളാൽ ആ നിയമസഭ പിരിച്ചുവിടേണ്ടി വന്നു. ചില ഘട്ടങ്ങളിൽ അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ ഈ ആർട്ടിക്കിൾ 356 ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു. അപ്പോൾ ഇത് ഒറ്റ ഘട്ടമായിട്ട് നടത്താൻ പറ്റാത്തൊരു സമയം വന്നപ്പോഴാണ് ഇത് പല ഘട്ടങ്ങളിലായിട്ട് മാറിയത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്നൊരു കാര്യമല്ല. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ 1980കളുടെ തുടക്കത്തിൽ ഇലക്ഷൻ കമ്മീഷൻ വീണ്ടും ഈ പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്തുകയാണെങ്കിൽ ചിലവ് കുറയ്ക്കാം, പിന്നെ ഇതിൻ്റെ ലോജിസ്റ്റിക്സ് കുറേ കൂടെ എളുപ്പമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സജഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അതന്ന് വലിയ തോതിൽ അംഗീകരിക്കും. പിന്നീട് ലോ കമ്മീഷൻ ഈ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 2015 മറ്റോ ലോ കമ്മീഷൻ ഈ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 2015 അതിന് മുമ്പേ തന്നെ ലോ കമ്മീഷൻ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. 2015 ഇത് സീരിയസ് ആയിട്ട് വീണ്ടും എടുക്കുന്നത്. അതായത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം, 2014 അവർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്നത്. അവർ സീരിയസ് ആയിട്ട് എടുക്കുന്നതിന് അവരുടേതായ ചില താല്പര്യങ്ങളുണ്ട്. അതായത് 1947 സ്വതന്ത്രമായതിനു ശേഷം അന്നു മുതൽ 1967 വരെ ഒറ്റഘട്ടമായിട്ട് നടന്നതുപോലെയോ 1980കളുടെ തുടക്കത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഒരു സജഷൻ വെച്ചതുപോലെയോ അല്ല BJP സർക്കാർ ഈ സജഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. അവരെ സംബന്ധിച്ച് ഇതൊരു പ്രസ്റ്റീജ് പ്രശ്നമാണ്. പ്രസ്റ്റീജ് പ്രശ്നമാകുന്നത് നരേന്ദ്രമോദി ഇത് മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. കാരണം നരേന്ദ്രമോദി പറയുന്ന ഒരു കാര്യവും നടപ്പാകാതെ പോവില്ല എന്നൊക്കെയുള്ളൊരു വലിയ തോന്നലുണ്ടല്ലോ. ആകെ നടപ്പാകാതെ പോയത് ഇപ്പോൾ കർഷകരുടെ മുമ്പിൽ മാത്രമാണ് വലിയ തോതിൽ തോറ്റത്. ആ തോൽവി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ തോൽവിയുടെ തുടർച്ചയാണ് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റിലധികം എന്ന് പറഞ്ഞിട്ട് 240 സീറ്റിലേക്ക് ചുരുങ്ങുന്നതും ആ തോൽവിയുടെ തുടർച്ചയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇത് മോദി പ്രഖ്യാപിച്ചൊരു കാര്യം, അപ്പോൾ അതുകൊണ്ട് നടപ്പാക്കിയേ പറ്റൂ എന്നുള്ളൊരു വാശിയുണ്ട്. പിന്നെ അവരുടേതായ പൊളിറ്റിക്കൽ അജണ്ടകളുമുണ്ട്. പക്ഷേ അത്ര എളുപ്പമല്ല ഇത് നടപ്പാക്കിയെടുക്കുക എന്ന് പറയുന്നത്. ഒന്ന്, പാർലമെൻറ്റിൽ 3/2 ഭരണഘടനാ ഭേദഗതി വേണം. അപ്പോൾ 3/2 ഭൂരിപക്ഷം വേണം. ലോക്സഭയിൽ മുഴുവൻ അംഗങ്ങളും
ഹാജരുണ്ടെങ്കിൽ, അതായത് 542 543 എത്രയാണെന്ന് വെച്ചാൽ അത്രയും അംഗങ്ങൾ ഹാജരുണ്ടെങ്കിൽ ഏതാണ്ട് 300-ലധികം 300 ചില്ലറ അംഗങ്ങളുടെ പിന്തുണ ആവശ്യമുണ്ട്. അത് നേടിയെടുക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ BJPയെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല. രാജ്യസഭയിലും ഈ 3/2 ഭൂരിപക്ഷം എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പിന്നെ എല്ലാ നിയമസഭകളിൽ ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയും വേണം. അതൊരു പക്ഷേ അവർക്ക് സാധ്യമായേക്കും, കാരണം വെച്ചാൽ ഭൂരിപക്ഷം നിയമസഭകൾ അവർ ഭരിക്കുന്നതുകൊണ്ട് അത് സാധ്യമായേക്കും. പക്ഷേ വളരെ എളുപ്പത്തിൽ അത് സാധ്യമാവില്ല. വളരെ എളുപ്പത്തിൽ സാധ്യമാവാത്തതുകൊണ്ടാണ് അവർ ഇത് JPCക്ക് വിടാം എന്ന് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഇന്നലെ തന്നെ ലോക്സഭയിൽ 3/2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഇന്നലെ തന്നെ ആ ബില്ല് അവതരിപ്പിക്കുകയും അത് പാസ്സാക്കുകയും ചെയ്യായിരുന്നു. കാരണം ഇതൊന്നും ഒരു ജനാധിപത്യപരമായ ഒരു ഡിബേറ്റിന് വിധേയമാക്കി പാസ്സാക്കുക എന്നുള്ളത് അവരുടെ അജണ്ടയിലുള്ളൊരു കാര്യമല്ല. മുൻകാലത്ത് എങ്ങനെയാണോ നിയമനിർമ്മാണങ്ങൾ നടന്നിരുന്നതെന്ന് നമുക്കറിയാമല്ലോ. ചിലതൊക്കെ ഒരു ചർച്ചയും കൂടാതെ പാസ്സാക്കി പോകുന്നൊരു പരിപാടിയായിരുന്നു അവരുടെ. അപ്പോൾ അതുപോലെ പാസ്സാക്കി പോയിരുന്നു. ഇതിപ്പോൾ 3/2 ഭൂരിപക്ഷം ഇല്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടും BJPയിലെ തന്നെ കുറേ അംഗങ്ങൾ വന്നില്ല എന്നുള്ളതുകൊണ്ട് അത് വളരെ ക്രൂഷ്യലാണ് ഈ കാര്യത്തിൽ. കാരണം ഇപ്പോൾ നിതിൻ ഗഡ്കരിയെ പോലെ, മാധവറാവ് സിന്ധ്യയെ പോലെ, അതുപോലെ BY രാഘവേന്ദ്രയെ പോലെ. BY രാഘവേന്ദ്ര എന്ന് പറഞ്ഞാൽ കർണാടകയിലെ BS യെദ്യൂരപ്പയുടെ മകനാണ്. ദീർഘകാലമായിട്ട് BJPയുടെ എന്താ പറയുക, കർണാടകയിലെ കോർ ടീമിൽ അംഗമാണ്. അവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. അപ്പോൾ BJPയുമായി അത്രയും അടുപ്പമുള്ള ഒരാളാണ്. അയാൾ പോലും എത്തിയില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെ 10-20 MP എത്തിയില്ല എന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെയും ഇതിനകത്തൊരു ചെറിയ പ്രോബ്ലം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് ഇത് JPCക്ക് തൽക്കാലം വിട്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അവർ അജണ്ട ഉപേക്ഷിച്ചു എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. ആ അജണ്ടയായിട്ട് അവർ മുമ്പോട്ട് പോകും. അതിന് പാകത്തിന് കൂടുതൽ അംഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമം ഉണ്ടാവും. നമ്മൾ മുൻകാല അനുഭവങ്ങൾ വെച്ചിട്ടാണെങ്കിൽ പണം ഉപയോഗിച്ചുകൊണ്ട്, അന്വേഷണ ഏജൻസികളുടെ ഭീഷണി ഉപയോഗിച്ചുകൊണ്ട് ഒക്കെ ഭൂരിപക്ഷം നേടിയെടുക്കാനുള്ളൊരു ശ്രമം ഉണ്ടാകും. ഒരു പക്ഷേ ഇത് പാസ്സാക്കിയെടുക്കാൻ അവർക്ക് കേവല നമ്പേഴ്സിൻ്റെ ഗെയിം കൊണ്ടല്ല, മറ്റ് രീതിയിൽ ഒരു പക്ഷേ പാസ്സാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചേക്കും എന്ന് തന്നെ നമ്മൾ കരുതണം. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അവരിറക്കിയ ഈ വൺ നാഷൻ വൺ ഇലക്ഷനെ കുറിച്ചുള്ള ഒരു കരട് വായിക്കായിരുന്നു. അതിൻ്റെ ആമുഖത്തിൽ തന്നെ അവർ പറയുന്നുണ്ട്, അതായത് തെരഞ്ഞെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ ആഘോഷങ്ങളാണ്. അപ്പോൾ അതിലൂടെയാണ് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരുടെ ശബ്ദം പാർലമെൻറ്റിലെത്തുന്നത്. ഇങ്ങനെ തുടങ്ങിയിട്ട് അവർ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ സുതാര്യത, അവർ എല്ലാവർക്കും ഉറപ്പുവരുത്തുന്ന തുല്യത, അത് ഇതിൽ പ്രധാനമാണ്. ആ ഇലക്ഷൻ കമ്മീഷന് ഒന്നുകൂടി അവരുടെ പ്രവർത്തനം എളുപ്പമാക്കാൻ, അവരുടെ ആ സ്വതന്ത്രമായ പ്രവർത്തനവും അവരുടെ സുതാര്യതയും ഉറപ്പുവരുത്താനുള്ള ഒരു സംവിധാനം ആക്കി അവർ ഈ വൺ നാഷൻ വൺ ഇലക്ഷനെ അവർ കാണുന്നുണ്ട്, അവർ അതിനെ അവതരിപ്പിക്കുന്നുണ്ട്. അത് എത്രത്തോളം ശരിയായിരിക്കും? നമുക്കറിയാപ്പോൾ 5 വർഷം കൂടുമ്പോൾ മാത്രം കൃത്യമായി പ്രവർത്തിക്കുകയും നമുക്ക് വോട്ട് ചെയ്യാവുന്ന രൂപത്തിലേക്ക് പ്രവർത്തിക്കുകയും അതുവരെ അതിന് വേണ്ട തയ്യാറെടുപ്പുകളും എല്ലാം നടത്തി സുതാര്യമായ പ്രവർത്തനം എളുപ്പമാക്കാൻ, ഒന്നുകൂടി പ്രായോഗികമാക്കാൻ ഇത് ഇലക്ഷൻ കമ്മീഷനെ സഹായിക്കല്ലേ ചെയ്യാം? എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ 2014 ശേഷമുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ചില തെരഞ്ഞെടുപ്പുകളുടെ തീയതി തന്നെ മുൻകൂട്ടി BJP നേതാക്കന്മാർക്ക് അറിയാമായിരുന്നു എന്നുള്ള ആക്ഷേപം നിലവിലുണ്ട്. ആ ആക്ഷേപം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ X എന്നും മുൻപ് Twitter എന്നും അറിയപ്പെട്ടിരുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇലക്ഷൻ കമ്മീഷന് ഇലക്ഷൻ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് BJP നേതാക്കന്മാർ ഇന്ന ദിവസമാണ് ഇലക്ഷൻ എന്ന് ട്വീറ്റ് ചെയ്തതുകൊണ്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഈ കഴിഞ്ഞ കർണാടക തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കർണാടക ഇലക്ഷൻ, അതിൻ്റെ ഡേറ്റ് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കർണാടകത്തിലെ BJP നേതാക്കന്മാർ ട്വീറ്റ് ചെയ്തു. അതുപോലെ ഒരു ഗുജറാത്ത് ഇലക്ഷൻ, ആ ഗുജറാത്ത് ഇലക്ഷൻ്റെ ഡേറ്റ് അത് 2017 ഞാൻ വിചാരിക്കുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അത് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് BJP നേതാക്കൾ ട്വീറ്റ് ചെയ്തു, ഈ ദിവസമാണ് ഇലക്ഷൻ വരാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ ഏത് ദിവസം നടത്തണം എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുന്നതിനേക്കാൾ ഉപരി ഭരിക്കുന്ന പാർട്ടി തീരുമാനിക്കുകയോ അല്ലെങ്കിൽ ആ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കൾ തീരുമാനിക്കുകയോ ചെയ്യുന്നൊരു സാഹചര്യം അവിടെയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നൊരു സാഹചര്യം അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനം അത്രത്തോളം സുതാര്യമാണോ ഈ ഘട്ടത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയാം. കാരണം 2 ഇലക്ഷൻ കമ്മീഷണർമാർ ഇതിനിടയിൽ രാജിവെച്ച് പോയി. എന്തുകൊണ്ട് അവർ രാജിവെച്ച് പോയി? അതിൽ ഒരു ഇലക്ഷൻ കമ്മീഷണർ രാജിവെച്ച് പോയതിന് ശേഷം അയാളുടെ ഫാമിലിയിൽ മുഴുവൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പരിശോധനകൾ നടന്നു. അയാളുടെ സഹോദരിയുടെ വീട്ടിൽ, അയാളുടെ ഭാര്യയുടെ വീട്ടിലൊക്കെ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാർഗറ്റ് ചെയ്യാണ്. ഇലക്ഷൻ കമ്മീഷനെ ഇങ്ങനെ സമ്മർദ്ദത്തിലാക്കുകയും അതിന് വഴങ്ങാതെ പോകുന്ന ആളുകളെ ടാർഗറ്റ് ചെയ്യുന്ന പരിപാടി ഭരണകൂടം നടത്തുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇതൊക്കെ വിടുക നമ്മൾ. ഏറ്റവും അവസാനത്തെ സിറ്റുവേഷനിലേക്ക് വരും. ഇപ്പോൾ ഹരിയാന, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഈ 3 ഇലക്ഷൻ നമ്മൾ എടുക്കുക. ഈ 3 ഇലക്ഷനും
ഇപ്പോൾ നടന്നതിന് 5 വർഷം മുമ്പ് നടന്ന ഒറ്റഘട്ടമായിട്ടാണ്. ഇപ്പോൾ എന്തിനാണ് ഇലക്ഷൻ കമ്മീഷൻ ഇത് 2 ഘട്ടമാക്കിയത്? അത് ഹരിയാന ഒറ്റയ്ക്കും ജാർഖണ്ഡും മഹാരാഷ്ട്രയും വേറെ വേറെ ഘട്ടമാക്കിയത് എന്തിനാണ്? ഭരിക്കുന്ന പാർട്ടിക്ക് പ്രചരണം നടത്താൻ ഒരു സൗകര്യം ഒരുക്കാൻ വേണ്ടി മാത്രമാണ്. വേറെ ഒരു കാരണവും അതിനകത്തില്ല. കാരണം സെക്യൂരിറ്റി ഫോഴ്സസിനെ വിന്യസിക്കുന്നത് സംബന്ധിച്ച് പ്രയാസങ്ങളൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആകെ 3 സ്റ്റേറ്റിൽ ഇലക്ഷൻ നടത്തുന്നുള്ളൂ. പിന്നെ വോട്ടിംഗ് മെഷീൻ്റെ എണ്ണം ഇഷ്ടം പോലെ ഉണ്ട്. കാരണം രാജ്യത്ത് മൊത്തം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ പാകത്തിലുള്ള വോട്ടിംഗ് മെഷീൻ 7 ഘട്ടമായിട്ട് നടത്താൻ പാകത്തിലുള്ള വോട്ടിംഗ് മെഷീൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് വിന്യസിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. അപ്പോൾ വേറെ ഒരു കാരണം അതിനകത്തില്ല. ഭരിക്കുന്ന പാർട്ടിക്ക് പ്രചരണം നടത്താൻ പാകത്തിന്, അല്ലെങ്കിൽ അവർക്ക് പണം സ്പെൻഡ് ചെയ്യാൻ പാകത്തിന്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ പ്രചാരണം ഷെഡ്യൂൾ ചെയ്യാൻ പാകത്തിന് ഈ തെരഞ്ഞെടുപ്പിനെ ബൈഫർക്കേറ്റ് ചെയ്യുക ചെയ്തത്. അപ്പോൾ ഇതാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണി. അങ്ങനത്തെ ഒരു ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഭരണകൂടം തുടരുകയാണെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് സുതാര്യമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. പിന്നെ ഇലക്ഷൻ നടത്തിപ്പ് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ വരുമ്പോൾ പല ഘട്ടത്തിലും ഇലക്ഷൻ കമ്മീഷൻ ഒരു റിയാക്ഷനും നടത്തുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെയുണ്ട്. ആക്ഷേപങ്ങൾ വസ്തുതാപരമാണോ അല്ലയോ എന്നുള്ളത് വേറൊരു പ്രശ്നം. പക്ഷേ ആക്ഷേപം വരുന്നു. ആക്ഷേപത്തിനൊരു മറുപടി കൊടുക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ. ഇപ്പോൾ പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ട് കൗണ്ട് ചെയ്തു, അല്ലെങ്കിൽ പോൾ ചെയ്ത അത്രയും വോട്ട് കൗണ്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം വരുവാണ്. ഇതാണ് ഞങ്ങളുടെ വിശദീകരണം, ഇന്ന കാര്യങ്ങളാണ് നടന്നത് എന്ന് കമ്മീഷൻ വ്യക്തമാക്കി പറയണ്ടേ? അതുപോലും പറയാത്തൊരു കമ്മീഷനാണ് രാജ്യത്തുള്ളത്. അപ്പോൾ ഈ ഒരു പ്രശ്നം അവിടെയുണ്ട്. കമ്മീഷൻ്റെ ഒരു വിശ്വാസ്യത എന്ന് പറയുന്നത് തുലാസിലാണ്. ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ സൗകര്യത്തിനനുസരിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വത്തിൻ്റെ സൗകര്യത്തിനനുസരിച്ചാണ് ഇലക്ഷൻ നടത്തി കൊടുക്കുന്നത് എന്നുള്ള സംശയം അവിടെയുണ്ട്. അങ്ങനത്തെ ഒരു കമ്മീഷന് കുറേയും കൂടെ അധികാരം നൽകുന്നൊരു നിയമനിർമ്മാണം നടത്തി അങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ ഇതിൽ ഈ പുതിയ 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറയുന്ന ഭരണഘടനാ ഭേദഗതിയൊക്കെ കൊണ്ടുവരുന്ന നിയമത്തിൽ, ഭരണഘടനാ ഭേദഗതിയിൽ ഒരു വ്യവസ്ഥയുണ്ട്. അതായത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റില്ല എന്ന് ഇലക്ഷൻ കമ്മീഷന് തോന്നിയാൽ ഇലക്ഷൻ കമ്മീഷൻ അത് രാഷ്ട്രപതിയെ അറിയിക്കാം. രാഷ്ട്രപതിക്കൊരു ഉത്തരവിലൂടെ ആ ഇലക്ഷൻ മാറ്റിവെക്കുക. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ BJP ജയിക്കാൻ സാധ്യതയില്ല എന്ന് ഉറപ്പുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുന്ന അവിടെ ക്രമസമാധാന പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അതിൽ ഒരുമിച്ച് ഇലക്ഷൻ നടത്താൻ പറ്റില്ല, ഞങ്ങൾക്ക് അവിടെ സെക്യൂരിറ്റി ഉറപ്പാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് മാറ്റണം എന്ന് രാഷ്ട്രപതിയോട് പറഞ്ഞാൽ രാഷ്ട്രപതി അത് മാറ്റിവെക്കും. പിന്നെ ഏത് കാലത്ത് ഇലക്ഷൻ നടക്കും? ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടാവും, ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടാവും. പക്ഷേ ഈ 1 വർഷം കഴിഞ്ഞ് ഇലക്ഷൻ നടത്തിയാലും 4 വർഷമേ അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിന് കാലാവധി ഉണ്ടാവുള്ളൂ, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഇലക്ഷൻ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷന് പരിധിയിൽ കവിഞ്ഞ അധികാരങ്ങൾ ഈ നിയമവ്യവസ്ഥ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിലനിൽക്കുന്ന അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഭരണകൂടത്തിൻ്റെ ഇംഗിതത്തിന് വിധേയമായി പ്രവർത്തിക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷന് കൂടുതൽ അധികാരം കിട്ടിയാൽ അവരെങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വാദത്തിൽ വലിയ കഴമ്പുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇലക്ഷൻ കമ്മീഷനെ കുറേക്കൂടെ ഈ ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള സർക്കാരിൻ്റെ മൃഗമാക്കാൻ സഹായിക്കുന്നതാണ് പുതിയ നിയമം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ BJP വൃത്തങ്ങളൊക്കെ ഈ നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് പറയുന്നത് ഇങ്ങനെ അടിക്കടി തെരഞ്ഞെടുപ്പുകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴുണ്ടാകുന്ന സാമ്പത്തിക ചെലവുകൾ, അതുപോലെ തുടർച്ചയായി അത് പോളിസി നിർമ്മാണത്തിൽ, അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടമൊക്കെ വരുന്ന സമയത്ത് വികസന പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് 5 വർഷം കൂടുമ്പോൾ മാത്രം വരുന്ന ഈ തെരഞ്ഞെടുപ്പുകൾ. അതിൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. 2029 നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ കണക്കുകളിലൂടെയോ അല്ലാതെയോ ഇത് നടപ്പിലാക്കിയാൽ തന്നെ ഇതിൻ്റെ ഒരു പ്രായോഗികത എത്രത്തോളമായിരിക്കും? കാരണം ഇത് കണക്കുകളിൽ തന്നെ ഈ വാദങ്ങളൊന്നും ശരിയല്ല എന്ന് സമർത്ഥിക്കുന്ന ഒരുപാട് റിപ്പോർട്ടുകൾ ഇപ്പോൾ തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. ഇതിൽ സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ആർഗ്യുമെൻ്റ് ആയത് ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ ചിലവ് കുറയും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിയാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരേ സമയം നടക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ വിന്യാസം, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ വിന്യാസം, സെക്യൂരിറ്റി ചാർജ്, ഇതിന് വരുന്ന ചിലവ് കുറയും എന്നുള്ളതൊരു വസ്തുതയാണ്, അത് ശരിയുമാണ്. രണ്ടാമത് അവർ പറയുന്നത് മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങൾ ഇങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പിലും ഏർപ്പെടുത്തുക വഴി, ഇപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മാതൃകാ പെരുമാറ്റച്ചട്ടം ഏർപ്പെടുത്തിയാലും കേന്ദ്ര സർക്കാരിന് പോളിസി ഡിസിഷൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം അത് കേരളത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കും എന്നുള്ളതുകൊണ്ട് അത് നടക്കില്ല. അപ്പോൾ അതും ഒറ്റ നോട്ടത്തിൽ അത് ശരിയാണല്ലോ പറയുന്നത് എന്നുള്ള തോന്നലുണ്ടാവും. ഈ തോന്നൽ അവിടെ വെക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം നമ്മൾ എടുക്കുക, ഇതാണ് അവരുടെ ലക്ഷ്യം എന്ന് വിചാരിക്കുക. ഇങ്ങനെ വളരെ സതുദ്ദേശത്തോടു കൂടിയാണ് ഈ നിയമം കൊണ്ടുവരുന്നതെന്ന് വിചാരിക്കുക. അതായത് മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങൾ ഇങ്ങനെ അടിക്കടി ഏർപ്പെടുത്തുന്നതുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ പറ്റുന്നില്ല, അതിൽ പ്രഖ്യാപിക്കാൻ പറ്റുന്നില്ല, ആകെ കുഴപ്പമാണ് എന്നുള്ള ഒരു ഭാഗം. രണ്ടാമത്തെ സാമ്പത്തിക ചെലവ്, ഇതാണ് അവരുടെ ലക്ഷ്യം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ
മുമ്പ് നടന്ന മഹാരാഷ്ട്ര, ഹരിയാന, ജാർഖണ്ഡ് ഈ 3 തെരഞ്ഞെടുപ്പും ഒറ്റഘട്ടമായിട്ട് BJPക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താമായിരുന്നല്ലോ. ഒറ്റത്തവണ മാതൃകാ പെരുമാറ്റച്ചട്ടമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വികസന പ്രവർത്തനങ്ങൾ നമുക്കൊരു ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കല്ലോ. ഞങ്ങളിതായത് ഒറ്റഘട്ടമായിട്ടാണ് നടത്തിയത്, അതുകൊണ്ട് മാതൃകാ പെരുമാറ്റച്ചട്ടം ഒറ്റഘട്ടമായിട്ടേ വേണ്ടി വന്നുള്ളൂ. ഇതിപ്പോൾ എന്തിനാണ് അവർ 2 ഘട്ടമായിട്ട് നടത്തിയത്? അപ്പോൾ ഇത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നമ്മളെല്ലാത്തിലും അത് വേണമല്ലോ. ഇതതില്ല, അവരുടെ സൗകര്യത്തിനനുസരിച്ചാണ്. പിന്നെ ചെലവിൻ്റെ ഘട്ടം നമുക്ക് രണ്ടാമത്തെ കാര്യം, മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൻ്റെ കാര്യം എടുക്കുക. മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഉദ്ദേശം എന്താ? അതായത് ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി എലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം പ്രഖ്യാപനങ്ങൾ നടത്തി ജനങ്ങളെ അവരിലേക്ക് കൂടുതൽ ആകർഷിച്ച് അധികാരം നിലനിർത്താനോ അധികാരം ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പിടിച്ചെടുക്കാനോ അത് ഉണ്ടാകരുതെന്ന് വിചാരിച്ചിട്ടാണ് മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാക്കിയിരുന്നത്. ശേഷൻ്റെ കാലത്തൊക്കെയാണ് അത് തുടങ്ങുന്നത്. ഇത് പലതവണ വരും ചിലപ്പോൾ. അതായത് ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് 2024 തന്നെ ഈ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു. ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടമുണ്ട്, ഈ 3 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടമുണ്ട്. ഇനിയിപ്പോൾ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അപ്പോഴും മാതൃകാ പെരുമാറ്റച്ചട്ടം ഉണ്ടാവും. ഈ എലക്ഷൻ സമയത്ത് മാത്രമല്ലല്ലോ നമ്മൾ വികസന പദ്ധതികളെക്കുറിച്ച് ആലോചിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുക. ഇത് ദീർഘകാലത്തേക്ക് ഈ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും എന്താ പറയുക, അതിന് വേണ്ട കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കാനും പോളിസി രൂപീകരിക്കാനും ഒക്കെയാണ് നീതി ആയോഗ് എന്ന് പറഞ്ഞ് ഇപ്പോൾ നിലവിലുള്ളൊരു സംവിധാനം. നേരത്തെ അത് പ്ലാനിംഗ് കമ്മീഷനായിരുന്നു. അവർ 5 വർഷത്തേക്കാണ് പ്ലാനിംഗ് കമ്മീഷൻ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്തത്. നീതി ആയോഗിന് വേണമെങ്കിൽ 1 വർഷത്തേക്ക് ചെയ്യാമല്ലോ, അല്ലെങ്കിൽ 2 വർഷത്തേക്ക് ചെയ്യാമല്ലോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പദ്ധതി ആസൂത്രണം നേരത്തെ നടത്താം, പോളിസി അനൗൺസ്മെൻറ്റ് നേരത്തെ നടത്താം, ഞങ്ങൾ ഇന്ന പദ്ധതി നടപ്പാക്കാൻ പോകുന്നു എന്ന് നേരത്തെ പ്രഖ്യാപിക്കാം. ഒരു പ്രയാസവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. അത് കഴിഞ്ഞ് ബജറ്റുണ്ട്. എല്ലാ വർഷവും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ബജറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. ആ ബജറ്റിലൂടെ ഞങ്ങൾ 1 വർഷത്തേക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ അടുത്ത 2 വർഷത്തേക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് പറയാം. ഒരു പ്രയാസമില്ല. അങ്ങനെ പ്രഖ്യാപിച്ച പദ്ധതികൾ ഈ ഇലക്ഷൻ കാലത്ത് നടത്തുന്നതിന് ഒരു തടസ്സവുമില്ല. അപ്പോൾ ഇത് മറച്ചു വെച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം ഇങ്ങനെ ആവർത്തിച്ച് വരുന്നതുകൊണ്ട് ഇവിടെ വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ള മട്ടിലുള്ള വ്യാഖ്യാനം ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ്. ഇത് 100% തെറ്റാണ്. ഒന്നുകിൽ ഞങ്ങൾക്ക് മുൻകൂട്ടി കാലത്തിനനുസരിച്ച് മുൻപോട്ട് വരുന്ന കാലത്തിനനുസരിച്ച് വികസന പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള കഴിവില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇലക്ഷൻ വരുമ്പോൾ മാത്രമേ ഈ പദ്ധതികൾ പ്രഖ്യാപിക്കൂ എന്ന് അവർ സ്വയം സമ്മതിക്കണം. അത് ചെയ്യാതിരിക്കെ ഞങ്ങൾക്ക് ഈ സംവിധാനമൊക്കെ അവിടെ ഉള്ളപ്പോൾ ഈ ഇലക്ഷൻ കാരണം ഇതൊക്കെ തടസ്സപ്പെടുന്നു എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമോ വിഡ്ഢിത്തരമോ ജനങ്ങളെ പറ്റിക്കാനോ ഉള്ള പണിയാണ്. വേറൊരു കാര്യം കൂടിയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പല ഘട്ടങ്ങളിൽ നടക്കുമ്പോൾ ഇവർക്ക് പല ഘട്ടങ്ങളിലായിട്ട് ഈ ആളുകളെ സോപ്പിടാനുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കേണ്ടി വരും. മറ്റത് ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ ഒറ്റക്കാര്യം പ്രഖ്യാപിച്ചത്. ഏതുപോലെ ഇപ്പോൾ കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എല്ലാ കർഷകരുടെയും അക്കൗണ്ടിലേക്ക് വർഷത്തിൽ 6000 രൂപ വെച്ച് കൊടുക്കും എന്നൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതുപോലൊരു പ്രഖ്യാപനം ഒറ്റത്തവണ നടത്തിയാൽ മതി. അപ്പോൾ എന്ന് വെച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് ബാധകമാവും. ഇത് പല ഘട്ടങ്ങളിൽ നടക്കുമ്പോൾ പലതവണ പ്രഖ്യാപനം നടത്തേണ്ടി വരും. ഓരോ സംസ്ഥാനത്തും നിന്നും സെപ്പറേറ്റ് പ്രഖ്യാപനം നടത്തേണ്ടി വരും. അപ്പം അത് മറികടക്കുക എന്നുള്ളൊരു പ്രഖ്യാപിച്ച് നടപ്പിലാക്കാത്തത് ഇവരുള്ളവർ ശ്രദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അതേസമയം മറ്റ് പ്രാദേശിക പാർട്ടികളുണ്ടല്ലോ, അവരിപ്പോൾ ആന്ധ്രാപ്രദേശിൽ TDP ഒന്ന് ആലോചിച്ച് നോക്കുക. TDPക്ക് ഒറ്റത്തവണയെ പ്രഖ്യാപനം നടത്തുന്നു, 5 വർഷം കൂടുമ്പോഴോ പ്രഖ്യാപനം നടത്തുന്നുള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രഖ്യാപനമൊന്നും അവർക്ക് നടത്തേണ്ട കാര്യമില്ല. തമിഴ്നാട്ടിൽ DMK അവർക്ക് ആ ഒറ്റ തെരഞ്ഞെടുപ്പിലെ പ്രഖ്യാപനം നടത്തേണ്ടുള്ളൂ. അപ്പോൾ ഇതിനെ മറികടന്നുകൊണ്ട് ഒറ്റത്തവണ പ്രഖ്യാപനത്തിലൂടെ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് അധികാരം എല്ലായിടത്തും സ്വന്തമാക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് ഈ ഒറ്റ രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഈ പ്രോസസ്സിലൂടെ. അല്ലാതെ മാതൃകാ പെരുമാറ്റച്ചട്ടം ഏർപ്പെടുത്തുന്നതുകൊണ്ട് വലിയ കുഴപ്പമാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്, വികസന പദ്ധതികളൊക്കെ തടസ്സപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് ശുദ്ധപോഷ്ക. പിന്നെ ചിലവ് സത്യം പറഞ്ഞാൽ കൂടുതൽ തന്നെയാണ്. കാരണം പല ഘട്ടങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ചിലവ് കൂടും, അതിൽ സംശയമൊന്നുമില്ല. ചിലവ് കൂടും എന്ന് പറയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ തന്നെ കോടിക്കണക്കിന് രൂപ അനധികൃതമായി ചെലവഴിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത കണക്കൊന്നും അല്ലല്ലോ യഥാർത്ഥത്തിലുള്ള ചിലവ് എന്ന് നമുക്കറിയാം. അതിൻ്റെ എത്രയോ മടങ്ങാണ്. ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ 10,000 കോടിയുടെ കണക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ 20,000-ഓ 30,000-ഓ 40,000-ഓ 50,000-ഓ കോടി രൂപയാണ് ഒരു പാർട്ടി മാത്രം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചിലവഴിച്ചിരിക്കുന്നത്.
മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര കോടി രൂപയാണ് വോട്ടർമാർക്ക് പണമായിട്ട് നേരിട്ട് കൊടുക്കാൻ ഈ പറയുന്ന പാർട്ടികൾ ഉപയോഗിച്ചത്? ബി ജെ പി ആയാലും ബി ജെ പിയുടെ കൂടെ നിൽക്കുന്ന ശിവസേന ആയാലും ഒക്കെ ചിലവഴിച്ചതെന്ന് നോക്കിയാൽ, അപ്പോൾ എന്ന് വെച്ചാൽ പണം ചിലവഴിക്കുന്ന ഇവരുടെ ഒരു പ്രശ്നമല്ല, അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 തന്ത്രം മാത്രമാണ്. ഇനി ഈ പണം ചിലവഴിക്കുന്നതിനും വേറൊരു ന്യായമുണ്ട്. അത് നമ്മൾ വേറെ നിലയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ, ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, അതിപ്പോൾ നാഷണൽ ഇലക്ഷൻ നടക്കുകയാണെന്ന് വിചാരിക്കുക, ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ പാർട്ടികൾ ചിലവഴിക്കാവുന്ന പണം ചിലവഴിക്കും, അതിലപ്പുറവും ചിലവഴിക്കും. അപ്പോൾ ഈ പണം മുഴുവൻ മാർക്കറ്റിലേക്ക് വരും. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, പല രാഷ്ട്രീയ പാർട്ടികളല്ല. അപ്പോൾ ഈ പണം മുഴുവൻ മാർക്കറ്റിലേക്ക് വരികയാണ്. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ചിലവഴിക്കുന്നു, സർക്കാർ ചിലവഴിക്കുന്നു, ഈ പണം മുഴുവൻ മാർക്കറ്റിലേക്ക് വരികയാണ്. മാർക്കറ്റിലേക്ക് പണം വരിക എന്ന് പറഞ്ഞാൽ പുതിയ സിദ്ധാന്തം അനുസരിച്ച്, നമ്മളിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ സിദ്ധാന്തം അനുസരിച്ചാണെങ്കിൽ മാർക്കറ്റിൽ പണം ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ശക്തമാക്കുന്ന ഒരു ഘടകം. അപ്പോൾ പല ഘട്ടങ്ങളിലായിട്ട് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നാണെങ്കിൽ, ഇപ്പോൾ കേരളത്തിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പും 3 ഘട്ടമായിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ 3 ഘട്ടമായിട്ട് മാർക്കറ്റിലേക്ക് ഇത്രയും പണം വരിക എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ പണം വരുന്നു എന്ന് പറഞ്ഞാൽ അത്രയും പണം ആളുകളുടെ ഇടയിലൂടെ ക്രയവിക്രയം ചെയ്യപ്പെടുന്നു. കുറേ ആളുകളുടെ കയ്യിൽ പണം വരുന്നു. ഇപ്പോൾ ചോര എഴുതാൻ പോകുന്ന ആളുകളുടെ പണം വരുന്നു, ഇപ്പോൾ ഫ്ലക്സ് അടിക്കുന്ന ആളുകളുടെ കയ്യിൽ പണം വരുന്നു, അങ്ങനെ പലതരത്തിൽ കൊടി ഉണ്ടാക്കുന്ന ആളുകളുടെ പണം വരുന്നു. ഏറ്റവും അടിത്തട്ടിലേക്ക് വരെ പണം എത്താണ്. അപ്പോൾ ആ നിലയ്ക്ക് രാജ്യത്തെ സാമ്പത്തിക എന്താ പറയുക ക്രയവിക്രയത്തെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഈ പല ഘട്ടമായിട്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനെ അങ്ങനെ വേണം കാണാൻ എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ചിലവ് കൂടുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് ഒറ്റഘട്ടമായിട്ട് നടത്തണം എന്ന് പറയുന്നത് ഒരു കഥയുമില്ല. നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കുന്നു, അയ്യോ ചിലവ് കൂടുന്നല്ലോ എന്ന് തോന്നും. അതിനപ്പുറം വേറെ ഒരു കഥയും ഇതിനകത്തില്ല. ഇതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ്. നമുക്ക് ഭരണഘടനയുടെ രാജ്യത്തിൻ്റെ തന്നെ ഫെഡറൽ തത്വങ്ങളോടുള്ള ഒരു വെല്ലുവിളി, ആ ഒരു ഭാഗം കൂടി ചർച്ച ചെയ്യണമെന്ന് തോന്നുന്നു. ഇപ്പോൾ അതിന് കൂടെ തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ പ്രാദേശിക പാർട്ടികളുടെ കാര്യം പറഞ്ഞല്ലോ. ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ ആ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുകയും അതുവഴി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വിജയിക്കാൻ കഴിയും എന്നുള്ളൊരു പൊളിറ്റിക്കൽ ഒരു ലക്ഷ്യം അവിടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു വൺ നാഷൻ വൺ ഇലക്ഷൻ ഇന്ത്യയിൽ നിലവിൽ വരികയാണെങ്കിൽ അത് ഈ പ്രാദേശിക പാർട്ടികൾക്കൊക്കെ ഒരു മരണമണിയായിരിക്കും. എന്നിട്ടും എന്തുകൊണ്ടാണ് NDAയിലുള്ള പ്രാദേശിക പാർട്ടികൾ ഇതിനെ അനുകൂലിക്കുന്നത്? അതൊരു പ്രശ്നമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഫെഡറൽ സമ്പ്രദായത്തെ അട്ടിമറിക്കും എന്നുള്ള ആക്ഷേപം വരുമ്പോൾ BJPയും ഇതര സംഘപരിവാർ അനുകൂല സംഘടനകളും ചോദിക്കുന്നത് 1952 മുതൽ 67 വരെ ഒറ്റ തെരഞ്ഞെടുപ്പും മറ്റേ അസംബ്ലിയിലേക്കും ലോക്സഭയിലേക്കും ഒറ്റ തെരഞ്ഞെടുപ്പാണ്, അന്ന് ഫെഡറൽ സമ്പ്രദായം ഒന്നും അട്ടിമറിക്കപ്പെട്ടിട്ടില്ലല്ലോ എന്ന് ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. ആ ചോദ്യത്തിൽ അർത്ഥമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് തെരഞ്ഞെടുപ്പായിരുന്നു, അന്ന് ഫെഡറൽ സമ്പ്രദായത്തെ അട്ടിമറിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 356 ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര ഭരണകൂടം സംസ്ഥാന സർക്കാരുകളെ അന്ന് പിരിച്ചുവിട്ടിരുന്നതൊക്കെ ഫെഡറൽ തത്വങ്ങൾക്കെതിരായിരുന്നു എന്ന മറുപടി അവിടെയുണ്ട്. എങ്കിൽ പോലും നമുക്കൊരു വാദത്തിന് വേണ്ടി അംഗീകരിക്കാം അന്ന് ഫെഡറൽ തത്വങ്ങളൊന്നും വലിയ തോതിൽ ലംഘിക്കപ്പെട്ടിരുന്നില്ല എന്ന് നമ്മൾ വാദത്തിന്, അതുപോലെ ഇക്കാലത്തും അതുണ്ടാവില്ല എന്ന് വാദത്തിന് വേണ്ടി അംഗീകരിക്കാം. അന്ന് രാജ്യം ഭരിച്ചിരുന്നത് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ യത്നിച്ച മനുഷ്യന്മാരായിരുന്നു. ഞാൻ ആ പാർട്ടി എന്ന് പറയുന്നില്ല, കാരണം കോൺഗ്രസ് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കോൺഗ്രസും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കോൺഗ്രസ് പാർട്ടിയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് ആ പാർട്ടി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ പാർട്ടിയുടെ നേതൃത്വത്തിലിരുന്നുകൊണ്ട് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ യത്നിച്ച മനുഷ്യന്മാരായിരുന്നു അന്ന് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെക്കുറിച്ച്, മതനിരപേക്ഷതയെക്കുറിച്ച്, അല്ലെങ്കിൽ സോഷ്യലിസത്തെക്കുറിച്ച്, ഒരു മിക്സഡ് എക്കണോമിയെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതുകൂടെ ഉൾക്കൊണ്ടുകൊണ്ടിട്ടാണ് അവരിത് ഭരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് കുറെ കൂടെ ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഈ രാജ്യത്തുണ്ട്, ആ യൂണിറ്റ്സിനെ മുഴുവൻ പരിഗണിക്കണം. സംസ്ഥാനങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള വൈവിധ്യത്തിൻ്റെ ഭാഗമാണ്. ഭാഷ കൊണ്ട്, സംസ്കാരം കൊണ്ട്, മതം കൊണ്ട്, ജാതി കൊണ്ട്, ഭക്ഷണം കൊണ്ട്, അങ്ങനെ പലതരത്തിലുള്ള വൈവിധ്യങ്ങളുടെ ഭാഗമാണ് ഈ സംസ്ഥാനങ്ങളൊക്കെ എന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. അവർ പൂർണ്ണമായിട്ട് അങ്ങനെ പ്രവർത്തിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ആൻസറാണ്. പക്ഷേ അതെ, അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ടായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് വേറൊരു നിലയ്ക്ക് എല്ലാം ഒരൊറ്റ കുഴലിലൂടെ മാത്രം കാണുന്ന, വർഗീയതയുടെ കുഴലിലൂടെ മാത്രം കാണുന്ന, ഹിന്ദുത്വയുടെ കുഴലിലൂടെ മാത്രം കാണുന്ന ഒരു ഭരണകൂടം, ഒരു രാജ്യം, ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അന്ന് നടന്നതിൽ നിന്ന് തീർത്തും ഭിന്നമാണ് സാഹചര്യം. അവരുടെ കാഴ്ചപ്പാട് വേറെ തന്നെയാണ്. ഈ ഫെഡറലിസം അട്ടിമറിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ഒറ്റ രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളൊരു സിസ്റ്റത്തിലൂടെ മാത്രമല്ല ഫെഡറലിസം അവിടെ അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് സംസ്ഥാനങ്ങളെ, പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പ്രയാസത്തിലാക്കുന്നതെന്ന് നമ്മൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. ഗവർണർ RN രവി തമിഴ്നാട്ടിൽ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ അതൊരു വഴിക്ക് നടക്കുന്നു. സാമ്പത്തിക അധികാരങ്ങൾ ലിമിറ്റ് ചെയ്തുകൊണ്ട് സംസ്ഥാനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അതും ഈ ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണ്. സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്ക് കടന്നു കയറിക്കൊണ്ടുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തിക്കൊണ്ട്, ഇപ്പോൾ കാർഷിക നിയമ ഭേദഗതികൾ മുഴുവൻ സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്ക് കടന്നു കയറിക്കൊണ്ടിട്ടുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരുന്നു. പിന്നെ വായ്പ എടുക്കുന്നതിന് സംസ്ഥാനങ്ങൾക്ക് മേൽ നിബന്ധന വയ്ക്കുന്നു. നിങ്ങൾ ഇന്ന നിയമ ഭേദഗതികൾ നടപ്പാക്കിയാൽ, ഇന്ന പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നാലേ നിങ്ങൾക്ക് വായ്പ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. ഇതൊക്കെ ഫെഡറൽ തത്വങ്ങൾക്ക് മേലുള്ള ലംഘനമാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണം നമ്മളിതിനെ കാണാൻ. അപ്പോൾ കൂടുതൽ അധികാരം കേന്ദ്രീകരിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളെ മുഴുവൻ അവരുടെ പരിധിയിൽ നിർത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ തുടർച്ചയായിട്ട് വേണം നമ്മളിതിനെ കാണാൻ. പിന്നെ പ്രാദേശിക പാർട്ടികളുടെ കാര്യം ഇവിടെ സാലിം സൂചിപ്പിച്ചത് ശരിയാണ്. കാരണം ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ പറ്റും, ഒരു നാഷണൽ അജണ്ട. ഇപ്പോൾ നമ്മൾ 2019 2014 കണ്ട പോലെ കരുത്തനായൊരു നേതാവ് എന്നുള്ളൊരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് മൊത്തം കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുകയും ബാക്കി കാര്യങ്ങളൊക്കെ, പ്രാദേശികമായ വിഷയങ്ങളൊക്കെ പരിഗണനയ്ക്ക് പുറത്ത് നിൽക്കുകയും ചെയ്യും ആളുകളുടെ. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ വർഗീയമായി വിഭജിക്കും. ഇപ്പോൾ ഉത്തർപ്രദേശിലെ മുസഫർ നഗർ ഇഷ്യൂ എങ്ങനെയാണ് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിച്ചതെന്ന് നമുക്കറിയാം. ആ ഇഷ്യൂലേക്ക് മാത്രമായിട്ട് ചുരുങ്ങി. അത് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ റിസൾട്ടുകളെ ബാധിക്കുന്ന കാര്യം നമ്മളുണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിലേക്ക് ചുരുക്കിക്കൊണ്ട് ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് ഇത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രചരണം നടത്താൻ പറ്റും. അപ്പോൾ ബാക്കി പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ അകറ്റി നിർത്തപ്പെടുകയോ അതിന്മേൽ ഊന്നിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടികളുടെ പ്രസക്തി ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്യും. അത് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ, ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തമിഴ്നാട് എടുക്കുക. തമിഴ്നാട്ടിൽ DMK, AIDMK, ഇപ്പോൾ വിജയുടെ പാർട്ടി, ഇങ്ങനെ പ്രാദേശികമായി വേരുകളുള്ള സ്വാധീനമുള്ള പാർട്ടികളാണ് അവിടുത്തെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഈ ദേശീയ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടത് വലിയ തോതിൽ എഫക്റ്റ് ചെയ്തില്ല എന്ന് വരും. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ പാർട്ടികളുടെ മുഴുവൻ പ്രസക്തി നഷ്ടപ്പെടും. നമ്മൾ ഇന്ത്യൻ യൂണിയനെ എടുത്തു കഴിഞ്ഞാൽ ഒരു 1990കളുടെ മധ്യം മുതൽ ഇങ്ങോട്ട് പ്രാദേശിക പാർട്ടികൾ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രാതിനിധ്യവും വലിയ പങ്കാളിത്തം വഹിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. 90കളുടെ മധ്യത്തിൽ മാത്രമല്ല, അതിന് മുമ്പുണ്ട്. അതിന് മുമ്പ് അത്രത്തോളമല്ല. 90കളുടെ മധ്യത്തിന് ശേഷമാണ് അത് പ്രബലമാകുന്നത്. അപ്പോൾ ഈ പാർട്ടികളുടെ മുഴുവൻ പ്രസക്തി ഇല്ലാതാക്കുക, ആ പാർട്ടികൾ പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗങ്ങളുടെ പ്രസക്തി, അവരുടെ ബാർഗെയിനിങ് കപ്പാസിറ്റി ഇല്ലാതാക്കുക, ഈ പറയുന്ന പണി കൂടെ ഇതിലൂടെ അവരുദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതങ്ങ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1-2 തെരഞ്ഞെടുപ്പുകളിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒരേ പാർട്ടികൾ അധികാരത്തിൽ വരുന്ന സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ബാക്കി പാർട്ടികളുടെ പ്രസക്തി പതുക്കെ ഇല്ലാതാവും. അത് സമാജ്വാദി പാർട്ടി ആയാലും കൊള്ളാം, DMK ആണെങ്കിലും കൊള്ളാം, TDP ആണെങ്കിലും കൊള്ളാം, നവീൻ പട്നായിക്കിൻ്റെ പാർട്ടി ആണെങ്കിലും കൊള്ളാം, ബിജു ജനതാദൾ ആണെങ്കിലും, അങ്ങനെ പല പാർട്ടി. ഇപ്പോൾ ഒരേ സമയം ഇലക്ഷൻ നടന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഒഡീഷയിൽ നടന്നു, ആന്ധ്രയിൽ നടന്നു, ദേശീയ തലത്തിലൊക്കെ ഒരുമിച്ച് നടന്ന് ഏതാണ്ട് ഒഡീഷയിൽ BJP വരുന്നു, ആന്ധ്രയിൽ BJP സഖ്യത്തിലുള്ള TDP വരുന്നു, ദേശീയ തലത്തിൽ BJP കേവല ഭൂരിപക്ഷം നേടിയില്ലെങ്കിൽ പോലും 240+ സഖ്യകക്ഷികൾ എന്നുള്ള നിലയിൽ അവർ അധികാരത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇതൊരു ട്രെൻഡാണ്. ഇതിന് മുമ്പ് ഇതേപോലെ നടന്ന ഘട്ടങ്ങളിലൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല സ്റ്റേറ്റുകളിലും ഇതേപോലെ നാഷണൽ ഇലക്ഷന് തുല്യമായിട്ടുള്ള റിസൾട്ട് ഉണ്ടായതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ പ്രാദേശിക പാർട്ടികളെ ഇല്ലാതാക്കുക, അവരുടെ അസ്തിത്വം ഇല്ലാതാക്കുക, അവരെ അപ്രസക്തരാക്കുക, അവരുന്നയിക്കുന്ന വിഷയങ്ങൾക്കപ്പുറം ഈ പറയുന്ന കരുത്തുറ്റ നേതാവ്, രാജ്യസ്നേഹം, അതിർത്തി രക്ഷ എന്നൊക്കെ പറയുന്ന ഒരു അതിതീവ്രമായ ദേശീയതയെ ഉദ്ബോധിപ്പിക്കുകയോ അല്ലെങ്കിൽ ഉദ്ദീപിക്കുകയോ ചെയ്യുന്ന വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നേടുക, ഈ പറയുന്ന പരിപാടിയിലേക്ക് മാറ്റുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അതിൻ്റെ കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ഈ BJP ഈ നിയമം, ഈ ഭരണഘടനാ ഭേദഗതി, ഈ പറയുന്ന ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള പ്രക്രിയയും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഇത് നമ്മുടെ ഭരണഘടനയുടെ ഫെഡറൽ തത്വങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഭരണഘടന ഭേദഗതികൾ ആവശ്യമുണ്ട്. ഇതെങ്ങനെ നടപ്പിലാകും എന്നതാണ് നമ്മളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങൾ നിറഞ്ഞ നമ്മുടെ രാജ്യത്തിൻ്റെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന മുദ്രാവാക്യം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഈ രാജ്യം മുന്നോട്ട് പോകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളുള്ളത്. അതിന് ഒരു വെല്ലുവിളിയായിരിക്കും
ഈ ബില്ല് നിയമമായി മാറുകയാണെങ്കിൽ എന്ന് തന്നെയാണ് നമ്മൾ നിരീക്ഷിക്കുന്നത്. ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.